ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജ് വേൾഡ്. ഇത് തിളയ്ക്കുന്ന കാണുമ്പോ തന്നെ എന്താണ് സംഭവം എന്ന് പിടികിട്ടിയോ? നമ്മുടെ ഉപ്പും മധുരവും പുളിയൊക്കെ കൂടി ചേർന്ന പുളിയിഞ്ചിയാണ് ഇന്നത്തെ വിഭവം. സദ്യക്ക് പുളിയിഞ്ചി ഒഴിവാക്കാൻ പറ്റുമോ? പുളിയിഞ്ചിയും കൂടി ആയാലേ ഒരു സദ്യ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? അപ്പൊ നമുക്കിന്ന് പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് എടുക്കേണ്ട സാധനങ്ങൾ പറയാം. അതിനായിട്ട് ഒരു വലിയ ലെമണിന്റെ സൈസിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ ചുടുവെള്ളത്തിൽ ഇട്ട് അരിച്ചെടുക്കണം. ഒരു 3/4 ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. പച്ചമുളകിനെ പൊടിയായി അരിയണം കേട്ടോ, നല്ലവണ്ണം പൊടിയായി അരിയണം. പിന്നെ ഇതാ ഇത്രയും ജിഞ്ചറാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി പുലിയിഞ്ചി എന്നല്ലേ, അപ്പൊ നല്ലവണ്ണം ഇഞ്ചിയും വേണം. ഇനി നമുക്കിതിനെ കറക്റ്റ് ശരിയാക്കിയിട്ട് വരാം. കട്ട് ചെയ്തിട്ട് ബാക്കി പുളിയെ വെള്ളത്തിലിടാം. ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇന്ന് ഉണ്ടാക്കാനായിട്ട്. പുളിയുള്ള സാധനമല്ലേ, അതിലേക്ക് ഞാൻ ഒരു 4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ചട്ടി ചൂടാവുന്നതേ ഉള്ളൂ. ചൂടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പുക വരുന്നത് കേട്ടോ. ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ ഇങ്ങനെ പുകയും വരും, അല്ലാതെ ചൂട് ഓവറായിട്ടല്ല. ഇനി അതിലേക്ക് 4 ടീസ്പൂണോളം ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഇടുന്നുണ്ട് ഞാൻ. ഇഞ്ചി നല്ലവണ്ണം പൊടിയായി അരിയണം. ആ കാണിച്ച ഇഞ്ചി അരിഞ്ഞപ്പോൾ എനിക്ക് ഇത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ അതും ഇനി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വേവണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴറ്റി ആവണ വരെ നമ്മളതിനെ ഇളക്കാം. നന്നായി ഒന്ന് ആവട്ടെ. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചമുളകിനെ കൂടി അരിയാം. 3 പച്ചമുളക് ചോപ്പ് ചെയ്തതായിട്ടത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം, നിങ്ങളുടെ പച്ചമുളകിന്റെ എരിവിനനുസരിച്ച്. എനിക്ക് ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. ഇനി ഇതും പച്ചമുളകും ഇഞ്ചിയും കൂടി ആ വെളിച്ചെണ്ണയിലൊന്ന് നന്നായി ആവണം. ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ഒഴിക്കണം. ഞാനൊരു 3 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് പുളിവെള്ളത്തിന് നന്നായി അരിപ്പയിലൂടെ അരിച്ചെടുത്തതാണ്. കരടുണ്ടാവരുത് കേട്ടോ. ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. കുറച്ച് ടൈം എടുക്കും തിളയ്ക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. കുറച്ച് മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടി മതിട്ടോ മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ. ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പൊ ഇത് അതൊന്ന് തിളച്ചായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയാണ് ചേർത്തി കൊടുക്കുന്നത്. ഈ മധുരം നിങ്ങളുടെ ഇതിനനുസരിച്ച് കൂട്ടാം. ചിലപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള പുളിക്ക് പുളി കൂടുതലാണെങ്കിൽ മധുരം കൂടുതൽ വേണ്ടി വരും കേട്ടോ. ഇവിടെ എനിക്ക് 3 ടേബിൾ സ്പൂണിന്റെ ഒപ്പം മതിയായി. പിന്നെ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന. ഒരു കുഞ്ഞു ഫാമിലിക്ക് ഒരു 3-4 ദിവസം ഉപയോഗിക്കാനുള്ളത് മാത്രമേ ഇതിലുള്ളൂ. ഇപ്പൊ ഇതാ ഹാഫ് ആയിട്ടുണ്ട് ക്വാണ്ടിറ്റി കുറുകിയിട്ട്. മധുരം നോക്കിയപ്പോൾ കുറവാണ്. അപ്പം ഞാനൊരു 1/2 ടേബിൾ സ്പൂണും കൂടി മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി അതാവട്ടെ. ഇത് കണ്ടപ്പോൾ തന്നെ കുറച്ച് കൊഴുത്ത് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലവണ്ണം റെഡ്യൂസ് ആവണം. നമുക്ക് കുറച്ച് നേരം കൂടി ഇത് കിടന്ന് വേവട്ടെ. ഇതിൽ കിടന്ന് കണ്ട കുഞ്ഞ് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ല മണമാണ് കേട്ടോ. ഇത് വരുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു 1/2 മണിക്കൂറിന്റെ പണി കേട്ടോ. ഇത് കണ്ടോ നല്ലവണ്ണം കുറുകി റെഡിയായി. പക്ഷെ ഇത് ഇടയിലിടയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴെപ്പോഴും ഇളക്കണമെന്നൊന്നുമില്ല. അതിരുന്ന് കുറുകി ഏകദേശം ആവാറായിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നും കൊടുക്കും. നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മണ്ണിന്റെ ചട്ടി ആയതുകൊണ്ട് അത് ഇരുന്ന് നന്നായി കുറുകി ആവണം. അപ്പൊ ഏകദേശം ഇതായി കുറുകി റെഡി ആവുന്നുണ്ട്.
നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് ഡബിൾ ചെയ്യണേ. ഇത് ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ പാത്രവും ചെറുതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതപ്പോ കണ്ടോ, കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് നമുക്കിതില് കടുകൊക്കെ വറുത്തിടാം. ഇതിരുന്ന് ആവുമ്പോഴും നല്ലവണ്ണം ഇരുന്നിനി തണുക്കട്ടെ. നമുക്കിതാ കടുക് പൊട്ടിക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിന്റെയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ലേശം, ഒരു പിഞ്ച് ഉലുവട പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ്. അതുമിട്ട് ഇതിനെ നമുക്കിനി പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇത് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഇതാ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല എരിവും പുളിയും മധുരവുമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി എന്നോട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രണ്ട്സിനോടൊക്കെ പറയൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.